നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരത്തെ ഏറ്റവും സൂപ്പർ അങ്ങനെ നമ്മുടെ ഹോട്ടലായ റോയൽ പ്ലാസ ഷൂട്ടിൽ നമ്മൾ വെക്കേറ്റ് ചെയ്തു. അവിടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ചു. പിന്നീട് ജിമ്മിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ പോയി എൻജോയ് ചെയ്തു. അതിനുശേഷം അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കർണാടകയിൽ തന്നെ പിലിക്കുള എന്ന് പറയുന്ന സ്ഥലമാണ്. പിലിക്കുള പാർക്കിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാർക്കൊന്നുമല്ല, അത്യാവശ്യം വലിയൊരു പാർക്കാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ കറങ്ങാനുള്ള ഒരു വലിയ പാർക്കാണ്. ഇതിനകത്ത് തന്നെ സൂ ഉണ്ട്, സയൻസ് പാർക്ക് ഉണ്ട്, പ്ലാനറ്റോറിയം ഉണ്ട്. അതൊരു വലിയൊരു പാർക്കാണ്. സോ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് ഈ പാർക്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കറങ്ങിയടിച്ച് കാണണമെങ്കിൽ അതിൻ്റെ പാസ് എന്ന് പറയുന്നത് 200 റുപ്പീസാണ്. പിന്നെ പല ടൈപ്പിൽ നിങ്ങൾക്ക് ഇതിൽ ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്കിപ്പോൾ സയൻസ് പാർക്ക് മാത്രമാണ് വേണ്ടതെങ്കിൽ 30 റുപ്പീസിന് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കും. അതല്ല നിങ്ങൾക്ക് പ്ലാനറ്റോറിയം 3D പ്ലാനറ്റോറിയമാണ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനൊരു 80 രൂപ മാത്രം കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് സൂ ആണ് താല്പര്യം, നിങ്ങൾക്ക് സൂ മാത്രമേ കാണണ്ടൂ എന്നുണ്ടെങ്കിൽ 70 രൂപ പെർ ഹെഡ് കൊടുത്താൽ മതി. അങ്ങനെ പല സംഭവങ്ങൾക്കും സെപ്പറേറ്റ് ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഇതൊക്കെ കൂടെ ഒരു കോംബോ ആണ് വേണ്ടതെങ്കിൽ പ്ലാനറ്റോറിയം ഒഴികെ ബാക്കി എല്ലാം കൂടിയിട്ട് 150 റുപ്പീസാണ് വരുന്നത്. ഇൻക്ലൂഡിങ് പ്ലാനറ്റോറിയം 3D ഷോ ആണ്. അത് ആരും മിസ് ചെയ്യരുത്. ഒരു 50 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് മിസ് ചെയ്യരുത്. നല്ല അടിപൊളി ഷോ ആണ്. അത് 200 ദറംസാണ്, 200 രൂപയാണ് വിത്ത് പ്ലാനറ്റോറിയം മെഗാ കോംബോ എന്ന് പറയുന്ന ടിക്കറ്റ് വരുന്നത്. പിന്നെ ഇത്ര വലിയ പാർക്ക് നമുക്ക് നടന്നു പോയി കണ്ട് എല്ലാ സെക്ഷനും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന യാതൊരു ധാരണയും വേണ്ട, അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബഗ്ഗി സർവീസസ് അവൈലബിൾ ആണ്. ബഗ്ഗി എന്ന് പറയുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ, നമ്മൾ നേരത്തെ കണ്ടല്ലോ. ആ സർവീസുകൾ പെയ്ഡാണ്. 30 റുപ്പീസ് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെർ ഹെഡ് നിങ്ങൾക്ക് ബഗ്ഗി യൂസ് ചെയ്യാം. ഈ സൂവിൻ്റെ അകത്ത് ബഗ്ഗി സെപ്പറേറ്റ് ആണ്. അതിന് 100 റുപ്പീസ് എങ്ങനെയാണെന്ന് തോന്നുന്നു പെർ ഹെഡ് വരുന്നത്. പക്ഷേ സൂ അല്ലാതെ ബാക്കിയുള്ള ഇടത്തൊക്കെ നിങ്ങൾക്ക് ഈ 30 റുപ്പീസ് ഉള്ള ബഗ്ഗി ടിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുള്ള് പാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാം. പ്ലാനറ്റോറിയം 3D ഷോ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സയൻസ് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, സയൻസ് സെൻറ്ററിൽ. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അപ്പോഴേക്ക് 2 മണിയാവും. അതിനുശേഷം നമുക്ക് പ്ലാനറ്റോറിയം 3D ഷോ കാണാൻ പോകണം.
പിന്നെ ഇവിടെ ഒരുപാട് സയൻസ് എക്സ്പെരിമെൻറ്റ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. Hey, what up, girl? How you doing? I don't want to come on too strong or nothing like that, but I've been thinking about you. And I've been wondering where you lay up. Where you at? So, sure. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing you do. Follow you blindly, I'll be your fool. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing you do. Follow you blindly, I'll be your fool. Cinderella, I think I found your glass slipper, baby. Cinderella, I think you found your prince charming in me. I don't know much, but I do know that I'm feeling you. Hope that one day, maybe someday you'll be feeling me too. Where do you go to? Where do you go? Where do you go to? I wanna know. How do you do it? That thing. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ വളരെ ചുരുക്കിയിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചാൽ പോലും ഈ വക സംഭവങ്ങളൊന്നും തീരില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് പഠനത്തിനൊക്കെ ആയിട്ട് ഒരുപാട് ഉപകരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. സോ എൻജോയ്മെൻറ്റും അതേപോലെ പഠനവും ഒരുപോലെ നടക്കുന്നൊരു പാർക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കുട്ടികളോട് കൂടി വരാൻ ശ്രമിക്കുക. ഈ സയൻസ് എന്താണെന്നറിയാം, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ മനുഷ്യൻ കുറവാണ്. ഇതാണ് സയൻസ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്ലാനറ്റോറിയം ഷോ. അപ്പം ഏകദേശം 1:40 ഇനി ഒന്ന് പ്ലാനറ്റോറിയം ഷോ കണ്ടിട്ട് പ്ലാനറ്റോറിയം 3D ഷോ അത് ഒരു രക്ഷയുമില്ലാത്ത അടിപൊളി ഷോ ആണ്. ആരും മിസ് ചെയ്യരുത്. നമ്മളവിടെ കയറി, പക്ഷേ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ക്യാമറയിലും മൊബൈലിലൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ആരും ചെയ്യരുത്, പണിഷബിളാണ്. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാഗ്, അതായത് ലേഡീസ് ഹാൻഡ് ബാഗ് ആയാലും നമ്മുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ബാഗായാലും ഈവൻ ഡ്രിങ്കിങ് വാട്ടർ പോലും അവർ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ നമ്മളതൊക്കെ അവിടെ ഒരു ലോക്കറിൽ വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് സെക്യൂർഡായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ട് ഇതിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്.
ഇതാണ് ഇവിടുത്തെ സൂ, അതായത് ബയോളജിക്കൽ പാർക്ക്. സോ ഒട്ടുമിക്ക മൃഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതും നടന്നാൽ തീരാത്ത അത്രയും സ്ഥലമുണ്ട്. അപ്പം നമ്മൾ നടന്നിട്ടാണ് പോയത്. ബഗ്ഗി വേണ്ടവർക്ക് ബഗ്ഗി സർവീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 100 dirhams per ഹെഡ് ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബഗ്ഗി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സൂ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു നമ്മുടെ ഊട്ടി ലൈക്കൊക്കെ പോലെയുള്ള ഒരു ലേക്ക് ഉണ്ട് ഇവിടെ. അതിൽ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ എക്സ്ട്രാ ടിക്കറ്റാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അക്വേറിയം പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. പിലിക്കുളം പാർക്ക് അടിപൊളിയല്ലേ? ഒരു ദിവസം ഫുള്ള് 9:30 മുതൽ 5 മണി വരെ ആണ് ഇതിൻ്റെ വർക്ക്.